ചെറുപുഴ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എല്ലാ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾക്കും പ്രതിനിധികൾക്കുമായി മഴക്കാലത്തുണ്ടാകുന്ന മോഷണം, അപകടങ്ങൾ എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയും 16 നിർദ്ദേശങ്ങൾ അടങ്ങിയ ലഘുലേഖ വിതരണം ചെയ്യുകയും ചെയ്തു. ചെറുപുഴ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ചെറുപുഴ പോലീസ് സ്റ്റേഷൻ SHO TP ദിനേശ് നിർവഹിച്ചു. പയ്യന്നൂർ DYSP A ഉമേഷ് മുഖ്യാതിഥിയായിരുന്നു. സബ് ഇൻസ്പെക്ടർ PD റോയിച്ചൻ ക്ലാസിന് നേതൃത്വം നൽകി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ദാമോദരൻ മാസ്റ്റർ, ചെറുപുഴ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ, ജനമൈത്രി ബീറ്റ് ഓഫീസർ NP സഹദേവൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ CV വിനീത് എന്നിവർ സംസാരിച്ചു. അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ആളാണ്. കാരണം ഒരു പ്രദേശത്ത് ഏറ്റവും കലാപഭൂമിയായിരിക്കുന്ന സ്ഥലത്ത് ഒരു റോഡിൻ്റെ ഒരു വശത്ത് ഹിന്ദുക്കളും ഒരു വശത്ത് മുസ്ലിങ്ങളും തമ്മിൽ മിണ്ടാത്ത രീതിയിൽ കഴിക്കുന്ന സ്ഥലത്ത് അവരെ തമ്മിൽ ഒരുമിപ്പിക്കാൻ വേണ്ടി പോലും ഏറ്റവും കൂടുതൽ ഗുണകരമായത് ഓരോ 100 വീടിനും ഒരു കമ്മിറ്റി എന്ന രീതിയിൽ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാക്കുകയാണ്. ഒരു 100 വീടിന് ഒരു റെസിഡൻസ് അസോസിയേഷൻ എന്ന് വന്നപ്പോൾ അവിടെ നമ്മൾ കണ്ട മാറ്റം, ഏറ്റവും വലിയ മാറ്റം കാണുന്നത് അവരുടെ പ്രശ്നങ്ങൾ അവിടെ വെച്ച് പരിഹരിക്കപ്പെടുന്നു എന്നതാണ്. റെസിഡൻസ് അസോസിയേഷൻ എന്ന് ഉദ്ദേശിച്ചത് നാട്ടിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അവതരിപ്പിക്കാനുള്ള വേദിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇവിടെ ഈ പ്രശ്നമുണ്ട്, ഇവിടെ ആ പ്രശ്നമുണ്ട്, പ്രശ്നക്കാരല്ല നമ്മൾ. അതിൽ വേറെ പലരുമുണ്ട്. പ്രശ്നമുണ്ട്, സമരം ചെയ്യുന്ന വേറെ പല ആൾക്കാർ ഇതോട്ടെ. റെസിഡൻസ് അസോസിയേഷൻ എന്നാൽ അവിടെയുള്ള പ്രശ്നങ്ങളെ കണ്ടെത്തി അതെങ്ങനെ പരിഹരിക്കാം, പരിഹരിക്കാൻ അവർക്ക് കഴിയാത്ത രീതിയിൽ തീരുമാനമെടുത്ത് പരിഹരിക്കുകയും പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പരിഹരിക്കാൻ പറ്റാവുന്ന വേദിയിലേക്ക് കൊണ്ടുചെല്ലുകയും. ഉദാഹരണത്തിന്, നിങ്ങളുടെ നാട്ടിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല, നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? കൗൺസിലർ, വാർഡ് മെമ്പറുടെ ആൾ കുറേ ചീത്ത വിളിക്കും, സർക്കാരിനെ ചീത്ത വിളിക്കും, നാട്ടിലെ മുഴുവൻ ചീത്ത വിളിക്കും, പഞ്ചായത്തിന് ചീത്ത വിളിക്കും. എന്നിട്ട് കത്തുന്നില്ല എന്ന് പറഞ്ഞ് സ്ട്രീറ്റ് ലൈറ്റ് കത്തും. ഈ ചീത്ത വിളിച്ചുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് കത്താൻ പോകുന്നില്ല. എന്നാൽ അതിനെ KSB ലൈൻമാൻ വരുമ്പോൾ എന്താ ചോദിക്കും? അയാൾ പറയുന്നത് ചെറിയൊരു ബൾബ് പോയതാണ്, ഫ്യൂസ് ആയതാണ്, എത്ര രൂപയുടെ ബൾബ്, 15-20 രൂപയുടെ ബൾബ് പ്രശ്നം. അല്ല ചേട്ടാ, നമ്മൾ കഴിക്കട്ടെ, ബൾബ് ഞങ്ങൾ വാങ്ങി തന്നാലോ. അപ്പോൾ അയാൾ ചിലപ്പോൾ ബൾബ് ഇട്ടതും പലയ്ക്ക് നിർത്തും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു ട്യൂബ് മാറ്റണമെങ്കിൽ മിനിമം ഒരു കോസ്റ്റ് ഉണ്ട്. 150 രൂപ തരാം. ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മാറ്റാൻ 150 രൂപ കൊടുക്കണം. ആ 150 രൂപ എഴുതി വരുമ്പോഴത്തേക്ക് നമ്മളെ സമയം ശരിയല്ല. പൈപ്പ് ലീക്ക്, ടാപ്പ് വെള്ളങ്ങൾ പോകുന്നു, വിളിച്ച് കാര്യം കൊണ്ട് ഒന്നും നമുക്കൊരു കുറ്റി വെച്ച് ബ്ലോക്ക് ചെയ്യാൻ നമുക്കറിയില്ലേ. നമ്മുടെ വീട്ടിൽ പൈപ്പ് കുട്ടിയാൽ നമ്മൾ ചെയ്യില്ലേ. ഇതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുക. മറ്റൊന്ന്, നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ അവിടെ പുറമേ നാൾ വന്നാൽ ആരാണ് വന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അത് ആദ്യം എന്ത് വേണം? കാര്യം നമ്മളുള്ള ആൾക്കാരെ അറിയണ്ടേ. നമ്മൾ അവിടെ താമസിക്കുന്നവർ ആരാണ് എന്ന് അറിയുകയും അതല്ലാത്ത ആളുകൾ അവിടെ വരുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, അത് അറിയാനല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. അവരെന്തിനു വരുന്നു, എവിടെ വരുന്നു എന്ന രീതിയിലേക്ക് അന്വേഷിക്കാനുള്ളത് ഒരു ടീം എന്ന രീതിയിലേക്ക് വരാം. അതായത് ഉദ്ദേശിച്ചത് ഒഴിഞ്ഞ സ്ഥലമുണ്ട് നിങ്ങളെ റെസിഡൻസ് അസോസിയേഷൻ ഏരിയയിൽ. അവിടെ വൈകുന്നേരമാകുമ്പോൾ പിള്ളേർ വന്ന് കഞ്ചാവ് വയ്ക്കാൻ വരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിധത്തിൽ വരുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ ചോദ്യം ചെയ്യാൻ ഒരാൾ പോലെ ചോദിക്കുക, നീ ആരാ ചോദിക്കാൻ? എന്നാൽ 2 പേർക്ക് വീട് പറയാൻ ഞങ്ങൾ ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ്, ഇവിടെ ഈ പരിപാടി പറ്റില്ല. പ്രവചനം പറഞ്ഞാൽ ഇവിടെ ഈ പരിപാടി പറ്റില്ല, നിങ്ങൾ നടത്തണം ഞങ്ങൾ പറയില്ല, ഞങ്ങളെ വീടിനോട്ട് ഞങ്ങൾ നടത്തില്ല. ഇനി നടത്തണം എന്നാണ് ഞങ്ങളവിടെ നിൽക്കുക, ഞങ്ങൾ മുമ്പ് നടത്തിക്കും, സൗകര്യം കുറയും. അപ്പോൾ കുറേ ഉടച്ചിലൊക്കെ കച്ചറൊക്കെ ഉണ്ടാകും. എന്നാലും പിന്നെ ചെയ്യും. ഈ ചോദിക്കാനും പറയാനും ആളില്ലാത്തതാണ് എല്ലാവിധ അതിക്രമങ്ങളും. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ്. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ. ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ. അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചെലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ.
കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 04985242140. മൊബൈൽ 6238064141.